നമുക്ക് ഇന്ന് ദോശയുടെ ഇഡലിയുടെ ഒക്കെ ഒരു മാവ് അരച്ചെഴുതി നോക്കിയാലോ? ഈ ദോശയുടെ ഇഡലിയുടെ മാവിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതൊരു ടെക്നിക്ക് വെച്ചാണ് നമ്മളത് അരയ്ക്കുന്നത്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ദോശയുടെ ഇഡലിയുടെ ഒക്കെ മാവ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് ആണ് ഒരാഴ്ച വരെ അത് ഫ്രിഡ്ജിൽ പുതുമ മാറാതിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല പഞ്ഞി പോലത്തെ ഇഡലിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതിന് ടെക്നിക്ക് എന്നാന്ന് പറഞ്ഞു തരട്ടെ. 3 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, 1 ഗ്ലാസ് വെള്ള അവല്. ഓക്കെ, ഇത് കുതിർത്ത് വെക്കുക, അരയ്ക്കുക. നല്ല അടിപൊളിയായിട്ട് അത് നമ്മൾ മാവ് പൊങ്ങി വരാൻ എടുക്കുന്ന സമയം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സൂപ്പർ ഇഡലി ദോശയും നിങ്ങൾക്ക് എന്നാ പറയുന്നത് ലാസ്റ്റ് 7ാമത്തെ ദിവസം വരെ പുതുമ മാറാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പം ഞാൻ സാധാരണ നമുക്കിവിടെ നേരത്തെ പച്ചരിയൊക്കെ കിട്ടുമായിരുന്നു, ഇന്ത്യൻ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം പച്ചരിയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾസ, വൂൾവർത്ത് തുടങ്ങിയ കടകളിൽ നിന്ന് ഈ സൺറൈസിൻ്റെ ഒക്കെ ലോങ് ഗ്രെയിൻ റൈസ് വരും, വൈറ്റ് റൈസ്, സൺറൈസിൻ്റെ ഒക്കെ ലോങ് ഗ്രെയിൻ റൈസ് വരും. അപ്പം അത് മേടിച്ചാൽ കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. അത് വളരെ ഗ്യാരണ്ടീഡ് ആണ്. നമ്മുടെ നാട്ടിലെ പച്ചരിയൊക്കെ പോലെ തന്നെ അതിലും നല്ല എന്താ പറയുന്നത് നല്ല റൈസാണെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങളൊന്ന് അരച്ച് നോക്ക്. ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ടെക്നിക്ക് മറക്കണ്ട. 3:1:1 അത് വെച്ച് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് അരച്ച ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടാകാതെ ഇരിക്കും. ഓക്കെ, എല്ലാവരും എപ്പോഴും പറയത്തില്ലേ മാവ് അരച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താണോ കൺസിസ്റ്റൻസി ശരിയാകുന്നില്ല, ദോശ ചുട്ട് കഴിയുമ്പോൾ മുരിഞ്ഞു വരുന്നില്ല, ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാറില്ലേ? അപ്പോഴത്തേക്കും അതിനൊരു ടെക്നിക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 3:1:1 കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ടെക്നിക്ക്? സോ ആ ഒരു ടെക്നിക്കാണ് നിങ്ങളിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന കണ്ടോ, ആ അരി ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂറായി കേട്ടോ ആ അരി കുതിർത്ത് വെച്ചിരിക്കുന്നത്. ആ അരി 3 കപ്പ് അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ആ 3:1 ആ 3 കപ്പ് അരിയാണ് കേട്ടോ. 3 കപ്പ് അരി അത് അതേ കപ്പ് തന്നെ യൂസ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഉഴുന്ന്. അപ്പം 1 കപ്പ് ഉഴുന്ന്. അപ്പം 3:1 ആയി. ഇനി ലാസ്റ്റ് 1 എന്താണെന്ന് അറിയണ്ടേ? ആ സെയിം കപ്പ് യൂസ് ചെയ്ത് ഇതെന്താണെന്നറിയോ? നോക്കി, ശരിക്കും നോക്കി, അവലാണ്. ഓക്കെ, സോ ആ അവൽ ഞാനിപ്പം അരിക്കാനുള്ള പ്ലാനാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ആ അരി അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ ആ അവൽ ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ആ അവൽ അവിടെ 1 മണിക്കൂർ കിടന്ന് കുതിരണം. ഓക്കെ, അപ്പം 3:1:1 എന്നാന്ന് മനസ്സിലായില്ലേ? 3 ഗ്ലാസ് 3 കപ്പ് അരി, ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്ന്, ആ സെയിം കപ്പ് തന്നെ യൂസ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നതാണ് 1 കപ്പ് അവൽ. ഇനി ആ അവൽ 1 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരി അരയ്ക്കും കേട്ടോ. അരി അരയ്ക്കുമ്പോഴത്തേക്കിനും ആ വീഡിയോ ഞാൻ കാണിക്കാം. ഞാനേ ദോശയുടെ ഇഡലിയുടെ മാവ് അരച്ച് വെച്ചു കേട്ടോ. എനിക്ക് നല്ലൊരു മിക്സിയാണ്, സുജാതയുടെ ഒരു മിക്സിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് അരയും കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ തരിയോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് ഭംഗിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പ് ചേർക്കാതെ അരച്ചിരിക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് പൊങ്ങി വരും. ഇവിടെ ഇപ്പോൾ ഇച്ചിരി തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് ഓവൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്കാണ് വെക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്, എനിക്കത് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഈ 3:1:1 നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരി, 3 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് അവൽ, 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പം നമ്മൾ ചിലർ ഈ ചോറ് ചേർക്കും. ഈ ചോറ് ചേർക്കാതെ ചോറിന് പകരം ഞാൻ ഈ അവൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പം നിങ്ങൾ ഈ ദോശയുടെ മാവ് നിങ്ങൾക്കൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ അതേ ഫ്രഷ്നെസ്സോടെ തന്നെ ഈ മാവിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്നെ പോലെയുള്ള ജോലിക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ സമയമുള്ളൊരു ദിവസം, ഓഫുള്ളൊരു ദിവസം ഈ മാവ് അരച്ച് വെക്കുക. ഇപ്പോൾ ആരെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു മസാല ഉണ്ടാക്കിയാൽ മതി അല്ലേ? നല്ലൊരു മസാല ദോശയായിട്ടൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ആ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് നമ്മൾ അരച്ച് മാവ് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം വരെ ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കും. ഞാനേ ഇന്നലെ അരച്ച് വെച്ച മാവ് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, മാവ് അരച്ച് നമ്മുടെ 3:1:1 ആ മാവ് നന്നായിട്ട് പൊങ്ങിയായിരുന്നു. എന്നിട്ട് കണ്ടോ, ഞാൻ നാളെ രാവിലെ നല്ല 2 ദോശയും ഒരു 2-3 ഇഡലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ച് നോക്കണം കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റാണ്. ഇഡലി നല്ല സോഫ്റ്റും ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഈ 3:1:1 ടെക്നിക്ക് ട്രൈ ചെയ്യണം. താങ്ക് യു.